നമസ്കാരം. മധ്യേഷ്യൻ രാജ്യമായ താജിക്കിസ്ഥാനിൽ ഇന്ത്യ നടത്തിപ്പോന്നിരുന്ന തന്ത്രപ്രധാനമായ സൈനിക വ്യോമത്താവളമായിരുന്നു ഐനി എയർബേസ്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഐനി എയർബേസിൽ നിന്നും ഇന്ത്യ പിന്മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശ പ്രതിരോധ രംഗത്ത് നടന്ന ഈ നീക്കം പലതരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. താജിക്കിസ്ഥാൻ എന്നത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അഫ്ഗാനിസ്ഥാൻ, ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. മധ്യേഷ്യയിൽ തന്ത്രപരമായി നിർണായക ഇടത്ത് സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ തലസ്ഥാനമായ ദുസാൻബെയ്ക്ക് സമീപമാണ് ഐനി എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. 2001-2002 കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭീകരത, ഇന്ത്യക്ക് നേരെയുള്ള സുരക്ഷാ ഭീഷണി എന്നിവയെല്ലാം കണക്കിലെടുത്ത് ഇന്ത്യ അഫ്ഗാനിസ്ഥാനോടടുത്ത് ഒരു സുരക്ഷാ നിയന്ത്രണ കേന്ദ്രം വേണമെന്ന് ആഗ്രഹിച്ചു. കാരണം പാകിസ്ഥാൻ വഴി ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് നേരിട്ടെത്തുക എന്നത് പ്രായോഗികമല്ല. അങ്ങനെയാണ് ഇന്ത്യയും താജിക്കിസ്ഥാനും തമ്മിൽ ഐനി എയർബേസിന്റെ ഉപയോഗം സംബന്ധിച്ച ഒരു കരാറിൽ എത്തുന്നത്. 20 വർഷത്തേക്ക് ഒപ്പുവെക്കപ്പെട്ട ആ കരാർ പ്രകാരം ഐനി എയർബേസ് വികസിപ്പിക്കാനും ഉപയോഗിക്കാനുമുള്ള അനുമതി ഇന്ത്യക്ക് ലഭിച്ചു. ഈ സൈനിക താവളം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യ വൻ നിക്ഷേപവും നടത്തി. അതുവരെ ഉണ്ടായിരുന്ന ഐനി എയർബേസിന്റെ റൺവേയുടെ നീളം വർദ്ധിപ്പിച്ചു. അങ്ങനെ വലിയ യുദ്ധവിമാനങ്ങൾ ഇറക്കാനാകുന്ന വിധം റൺവേ മാറ്റി. ഒപ്പം ഹാങ്കറുകൾ, കെട്ടിടങ്ങൾ, ഇന്ധന സൗകര്യങ്ങൾ എന്നിവയും നിർമ്മിക്കപ്പെട്ടു. അതോടൊപ്പം ഐനി എയർബേസിൽ ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചു. അതോടെ ഇന്ത്യയുടെ മധ്യേഷ്യയിലെ ഏക സൈനിക സാന്നിധ്യമായി ഐനി എയർബേസ് മാറി. ഐനി എയർബേസ് ഇന്ത്യയുടെ കയ്യിലെത്തിയതോടെ അഫ്ഗാനിസ്ഥാനിന്റെ നീക്കങ്ങളും ഭീകര ഗ്രൂപ്പുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും വലിയ സൗകര്യമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. അതോടൊപ്പം ഇന്ത്യ ഒരു പ്രാദേശിക ശക്തിയാണെന്ന് തെളിയിക്കുന്നതിനും തന്ത്രപരമായ താജിക്കിസ്ഥാൻ പോലൊരു രാജ്യത്തെ സാന്നിധ്യത്തിലൂടെ ഇന്ത്യ ശ്രമിച്ചു. അഫ്ഗാനിസ്ഥാനെ നിരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ ചൈന, പാകിസ്ഥാൻ മേഖലയെ അടുത്ത് വീക്ഷിക്കാനും ഈ എയർബേസിലെ സാന്നിധ്യം വഴി ഇന്ത്യക്കായി. 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് അവിടെ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യക്ക് സഹായകമായത് താജിക്കിസ്ഥാനിലെ എയർബേസ് ആയിരുന്നു. അങ്ങനെ ഐനി എയർബേസ് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഇടമായി തീർന്നു. ഇപ്പോഴിതാ ഐനി എയർബേസിന്റെ ഉപയോഗത്തിനായുള്ള ഇന്ത്യയുടെ 20 വർഷത്തെ കരാർ കാലാവധി തീർന്നിരിക്കുകയാണ്. നിലവിൽ താജിക്കിസ്ഥാനിൽ റഷ്യയുടെ വലിയ സൈനിക താവളം ഉയർന്നു വന്നിട്ടുണ്ട്. ഒപ്പം താജിക്കിസ്ഥാനിൽ ചൈനയുടെ സ്വാധീനവും വർദ്ധിച്ചു വരികയാണ്. നിലവിൽ താജിക്കിസ്ഥാൻ കൂടുതൽ വിദേശ സൈനിക സാന്നിധ്യം തങ്ങളുടെ രാജ്യത്ത് വേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ താജിക്കിസ്ഥാനോട് ചേർന്ന ഇടങ്ങളിലെ പ്രാദേശിക സാഹചര്യവും മാറിമറിഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇന്ത്യയുടെ നേരിട്ടുള്ള സൈനിക പങ്ക് കുറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും ഐനി എയർബേസിൽ തുടരേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്താതെ ഇന്ത്യ ഐനി എയർബേസിൽ വിന്യസിക്കപ്പെട്ട സൈനികരെ തിരികെ വിളിച്ചു. ഇന്ത്യ അവിടെ സജ്ജീകരിച്ച പല ഉപകരണങ്ങളും സംവിധാനങ്ങളും മാറ്റുകയുണ്ടായി. അങ്ങനെ വളരെ ക്വയറ്റ് എക്സിറ്റ് അഥവാ ശാന്തമായ പിന്മാറ്റമാണ് ഇന്ത്യ ഐനി എയർബേസിൽ നിന്നും നടത്തിയിരിക്കുന്നത്. ഐനി എയർബേസിൽ നിന്നുമുള്ള ഇന്ത്യയുടെ ഈ പിന്മാറ്റത്തെ സംബന്ധിച്ച് 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ എയർബേസിൽ നിന്നും ഇന്ത്യ പിന്മാറിയതോടെ മധ്യേഷ്യയിലെ ഇന്ത്യയുടെ സ്വാധീനം കുറഞ്ഞുവെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യയുടെ ഏക വിദേശ സൈനിക താവളമാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടത്. ഇതൊരു തന്ത്രപരമായ നഷ്ടമാണെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഇന്ത്യ നിലവിൽ ഇൻഡോ പസഫിക് മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അതിനാൽ തന്നെ സമുദ്ര സുരക്ഷയാണ് രാജ്യത്തിന് ഏറെ പ്രധാനമെന്നുമാണ് മറുവിഭാഗം പറയുന്നത്. സാമ്പത്തിക രംഗത്തും നയതന്ത്ര തലത്തിലും വൻ ശക്തിയായി വളർന്നു വരുവാനുള്ള ഇന്ത്യയുടെ അഭിലഷണീയ നീക്കത്തിൽ ആവശ്യമില്ലാത്ത സൈനിക ചെലവുകൾ കുറയ്ക്കാനും രാജ്യം ശ്രമിച്ചു വരികയാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് ഇന്ത്യയുടെ പഴയ തന്ത്രങ്ങളിൽ നിന്നും പുതിയ തന്ത്രങ്ങളിലേക്കുള്ള മാറ്റമായാണ് ഐനി എയർബേസിൽ നിന്നുമുള്ള ഇന്ത്യയുടെ പിന്മാറ്റത്തെ പിന്തുണയ്ക്കുന്നവർ നൽകുന്ന വിശദീകരണം. കാലം മാറുമ്പോൾ രാജ്യങ്ങളുടെ മുൻഗണനകളും മാറും. ഇത് ഇന്ത്യയുടെ ഭാവി പ്രതിരോധ തന്ത്രത്തെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു നീക്കമാണെന്നും വിലയിരുത്തപ്പെടുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.